ഒരാളെക്കുറിച്ചും ദോഷമായ ചിന്തകളില്ലാത്ത, എല്ലാരെക്കുറിച്ചും നല്ലത് മാത്രം വിചാരിക്കുന്ന സുരക്ഷിതമായ കൽബ്, അതിനാണ് കൽബുൻ സലീം എന്ന് പറയുക. നബി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പ്രത്യേകമായി റബ്ബിനോട് ചോദിച്ച കാര്യമായി റബ്ബി വഅസ്അലുക ഖൽബൻ സലീമ വലിസാനൻ സ്വാദിഖ, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഖൽബൻ സലീമ, സലീമായ കൽബ് വേണമെന്നില്ല ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. വലിസാനൻ സ്വാദിഖ, സത്യം മാത്രം പറയുന്ന ഒരു നാവും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നുവെന്നാണ്. അഥവാ എന്റെ കൽബ് സലീമാക്കണേ അല്ലാഹ്. ഒരാളോടും പൊങ്ങച്ചും വിദ്വേഷവും അസൂയയും പകയും ഒന്നുമില്ലാത്ത വിനയമുള്ള താഴ്മയുള്ള സൽവിചാരമുള്ള മനസ്സാക്കി നൽകണേ എന്ന് നബി ഞങ്ങൾ ദുആ ചെയ്തുവെന്ന് ഹദീസിൽ കാണാൻ കഴിയുമെങ്കിൽ സഹോദരങ്ങളെ, ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും മാറ്റിയെടുക്കാൻ നാം പരിശ്രമിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എപ്പോഴും നല്ല മനസ്സ്, നല്ലത് മാത്രം ചിന്തിക്കുന്ന, എല്ലാരെ കുറിച്ചും സൽവിചാരം വെച്ച് പുലർത്തുന്ന, എല്ലാവർക്കും ഖൈർ വരണമെന്ന് ആഗ്രഹിക്കുന്ന, മറ്റുള്ളവന്റെ ഖൈറിനു വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ശരിയായ കൽബ്, അതാണ് കൽബുൻ സലീം. അതാണ് സ്വർഗത്തിലേക്കുള്ള കൽബ് എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അതാണല്ലോ, അല്ലാഹു നാളെ പരലോകത്ത് വരുമ്പോൾ നീ എന്നെ വശലാക്കുന്ന റബ്ബേ, അന്ന് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസമാണെന്ന്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബോട് കൂടി വന്നവർക്കല്ലാതെ രക്ഷയില്ലാത്ത ആ ദിവസത്തെ റബ്ബേ നീ എന്നെ വശലാക്കല്ല എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സൂറത്തുൽ ശുഅറയിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ മാറ്റിയെടുക്കാൻ നാം പരിശ്രമിക്കുക. തെറ്റായ മോശമായ സ്വഭാവങ്ങളൊക്കെ കൽബെന്ന് ശുദ്ധീകരിച്ച് നല്ല കൽബിന്റെ ഉടമകളായി മാറാൻ നാം പരിശ്രമിക്കുക.